يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. الحمد لله فالق الإصباح وجعل الليل سكنا والشمس والقمر حسبانا ذلك تقدير العزيز العليم وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. إن في اختلاف الليل والنهار وما خلق الله في السماوات والأرض لآيات لقوم يتقون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ളവരിൽ ചേർത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ നിറച്ചുവെച്ചിട്ടുള്ള അത്ഭുതകരങ്ങളായ ദൃഷ്ടാന്തങ്ങളെ ആലോചിക്കുവാനും ചിന്തിക്കുവാനും അതിൽ നിന്ന് അല്ലാഹുവിൻ്റെ മഹത്വവും അവൻ്റെ വഹ്ദാനിയത്ത് അഥവാ അവൻ മാത്രമാണ് ആരാധനയ്ക്ക് അർഹനായ ഏകശക്തി എന്ന് തിരിച്ചറിയുവാനും നമ്മളെപ്പോഴും ശ്രമിക്കേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരവധി വചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിൽ, അതുപോലെ തന്നെ രാവും പകലുമൊക്കെ മാറി മാറി വരുന്നതിൽ, ഇതിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക്, ഭക്തന്മാരായ ആളുകൾക്ക് ധാരാളം ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു പല സ്ഥലങ്ങളിലായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. മനുഷ്യര് ഈ ലോകത്ത് ശാസ്ത്രീയമായി ഒരുപാട് ഞാൻ വളർന്നു എന്ന് പറയുന്നവരൊക്കെ പലപ്പോഴും ദൈവനിഷേധത്തിലേക്കും മതനിരാസത്തിലേക്കുമൊക്കെയാണ് എത്തിപ്പെടാറുള്ളത്. എന്തുകൊണ്ടാണത്? അവർ അതിൻ്റെ യഥാർത്ഥമായ ഈ ലോകത്തിൻ്റെ സൃഷ്ടിപ്പിന്റെ പിന്നിൽ നടന്നിട്ടുള്ള അത്ഭുതങ്ങളെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നില്ല. കേവലം ഭൗതികമായ ചില കണ്ണുകൾ കൊണ്ടുള്ള നോട്ടം മാത്രമേ അവർ അതിനെക്കുറിച്ച് നോക്കുന്നുള്ളൂ എന്നതാണ് അതിൻ്റെ കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിലടങ്ങിയിട്ടുള്ള രഹസ്യങ്ങളിലേക്കും ശക്തിമഹാത്മ്യങ്ങളിലേക്കുമൊക്കെ ചിന്തിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സ് പറയുക, റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിന അദാബന്നാർ എന്നായിരിക്കും എന്ന് 3-ാമത്തെ അധ്യായമായ സൂറത്ത് ആല ഇംറാനിന്റെ 191-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിന്തിക്കുന്തോറും മനുഷ്യന്റെ മനസ്സിൽ നിഷേധമല്ല വരിക, അല്ലാഹുവിലേക്കുള്ള കൂടുതൽ വിനയവും അതുപോലെ തന്നെ റബ്ബിനെ കുറിച്ചുള്ള അവന്റെ മഹാത്മ്യങ്ങളെ സംബന്ധിച്ചുള്ള ബോധവുമാണ് അവനിൽ കൂടുതൽ വർദ്ധിക്കുക.
കാരണം അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ പറയുന്ന വാചകം എന്തായിരിക്കും? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖ്ത ഹാദാ ബാത്തില, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. ഈ പ്രപഞ്ചം ഇത്ര കൃത്യമായി ഇവിടെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, അവക്കൊക്കെ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള കുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ, അല്ലാഹു അവക്കൊക്കെ നിശ്ചയിച്ചിട്ടുള്ള ഭ്രമണപഥങ്ങളിലൂടെ, സഞ്ചാരവീതിയിലൂടെ അവയെല്ലാം ക്രമം തെറ്റാതെ കൂട്ടിമുട്ടാതെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണ്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ഒരു കൃത്യതയുണ്ട്, വ്യക്തതയുണ്ട്, ഘടനകളുണ്ട്. ആ രൂപത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ കാണുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു പോകുന്നു, റബ്ബേ, ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. നിന്നെ മനസ്സിലാക്കുവാൻ ലോകത്തിന്റെ മുമ്പിൽ നീ കാണിച്ച അത്ഭുതങ്ങളാണിത്. ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു സ്രഷ്ടാവുണ്ട്. ആ സ്രഷ്ടാവാണ് ഇതെല്ലാം സംവിധാനിച്ചത്. നിങ്ങളെ സൃഷ്ടിച്ചത് അവനാണ്. നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ പ്രപഞ്ചത്തെ സംവിധാനിച്ചത് അവനാണ്. നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ ഒരുക്കിത്തന്നത് അവനാണ്. സഞ്ചാര മേഖലകളും പാർപ്പിടങ്ങളും ഒരുക്കിത്തന്നത് അവനാണ്. അവനെ നിങ്ങൾ അറിയണം. അങ്ങനെ അറിയുമ്പോൾ അവൻ മാത്രമാണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ള സൃഷ്ടാവെന്നും അവനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ എന്നും അവനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ എന്നും അവന് മാത്രമേ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുവാൻ പാടുള്ളൂ എന്നും അവന്റെ മുമ്പിൽ മാത്രമേ നമിക്കുവാനും വണങ്ങുവാനും സുജൂദ് ചെയ്യുവാനും പാടുള്ളൂവെന്നും മനുഷ്യരെ ബോധ്യപ്പെടുത്തുകയാണ് ഈ ദൃഷ്ടാന്തങ്ങൾ മുഴുവനും. അല്ലാഹു തആല പറയുന്നുണ്ട്, അലം തറാ, നീ കാണുന്നില്ലേ, അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളിലുള്ളവരൊക്കെ അവന് സുജൂദ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൂര്യനും ചന്ദ്രനും അവന് സുജൂദ് ചെയ്യുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നത്. എത്രയോ മനുഷ്യരെക്കാൾ എത്രയോ വലിയ രൂപത്തിലുള്ള മഹാസൃഷ്ടികളെന്നറിയപ്പെടുന്ന പ്രപഞ്ചത്തിലെ സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും മറ്റുള്ളവയെല്ലാം പോലും അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടുകൊണ്ട് റബ്ബ് നിശ്ചയിച്ച നിയമങ്ങളുടെ പരിധിയിലൂടെയാണ് അവയൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞിട്ടാണ് അള്ളാഹു പറയുന്നത്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, ഇവിടെ കാണുന്ന എല്ലാ സംവിധാനങ്ങളിലും ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യത്തഖൂന, പടച്ച റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥങ്ങൾ എത്രത്തോളമേയുള്ളൂ എന്ന് മനസ്സിലാക്കി തരുന്ന വിധത്തിൽ ചന്ദ്രനെ സംബന്ധിച്ച് അല്ലാഹു തആല ചിന്തിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ, ചന്ദ്രനെ നിങ്ങൾ നോക്കി കാണുമ്പോൾ അതിന്റെ തുടക്കത്തിൽ അത് ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു രേഖ എന്ന നിലക്കൊരു വളഞ്ഞ രേഖയായി കൊണ്ടാണ് നിങ്ങൾ മാനത്തതിനെ കാണുന്നത്. പിന്നീട് അതിങ്ങനെ വളർന്ന് വളർന്ന് പകുതിയായി, പിന്നീട് പൂർണ്ണചന്ദ്രനായി. പൂർണ്ണചന്ദ്രന്റെ വളർച്ച എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് പിറകോട്ടടിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യാസീനിൽ പറഞ്ഞതുപോലെ ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം, പഴകിയ ഉണങ്ങിയ ഈത്തപ്പനത്തണ്ടിന്റെ ആകൃതിയിലായി അത് മാറുന്നു. അഥവാ ചുളിഞ്ഞ് വളഞ്ഞ് ആ ഒരു അവസാനം ഒരു നേർരേഖയായി പിന്നീട് ആ ചന്ദ്രനെ കാണാതാകുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. എന്താണ് ഇതിലൊക്കെയുള്ള ചിന്തിക്കാനുള്ളത്? മനുഷ്യനോട് ആലോചിക്കാൻ പറയാണ്. മനുഷ്യൻ ആലോചിക്കട്ടെ, ഇങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിന്റെ അവസ്ഥ. അവൻ ചെറുപ്പത്തിൽ ഇങ്ങനെ ചെറുപ്രായമായി, ബാല്യം പിന്നിട്ടു, കൗമാരത്തിലേക്കെത്തി, അതും പിന്നിട്ടു, യൗവനത്തിലേക്കെത്തി, വയോവൃദ്ധനായി മാറി, അവസാനം അവൻ ഈ ഭൂമുഖത്ത് നിന്ന് പിൻവാങ്ങുകയാണ്. ഇതിലൊക്കെ മനുഷ്യന് ദൃഷ്ടാന്തമുണ്ട് എന്ന് മനുഷ്യനെ തെര്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മനുഷ്യരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തുകൾ നിശ്ചയിച്ചിട്ടുള്ളതും നമ്മൾ ഇന്നീ കാണുന്ന പ്രപഞ്ചത്തിലെ ഈ സൂര്യചന്ദ്രന്മാരുടെ മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. 5 നേരത്തെ ഇബാദത്തുകൾ സൂര്യന്റെ ഉദയവും അസ്തമയവും അതിന്റെ ചലനങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടതിന്റെ സമയങ്ങൾ ക്രമീകരിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ നോമ്പെടുത്തു നോക്കിയാൽ സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി, നിങ്ങൾ ആ ഉദയചന്ദ്രനെ കാണുമ്പോൾ നിങ്ങൾ നോമ്പാരംഭിച്ചോളൂ, ഉദയചന്ദ്രനെ കാണുമ്പോൾ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്തോളൂ എന്ന്. പെരുന്നാളിന്റെ ആരംഭം, റമദാനിന്റെ ആരംഭം, മാസങ്ങളുടെ ആരംഭം,
ഇതിനൊക്കെ കണക്കാക്കിയത് ചന്ദ്രനെയാണ്. സുന്നത്ത് നോമ്പുകൾ എടുക്കുമ്പോൾ അതിനുള്ള ദിവസങ്ങൾ കണക്കാക്കിയത് ചന്ദ്രന്റെ ഈ നിലക്കുള്ള വൃദ്ധിക്ഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് തന്നെയാണ്. അതേപോലെ ഹജ്ജിനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് യസ്അലൂനക അനിൽ അഹില്ലഹ് ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്, ബാലചന്ദ്രനെ സംബന്ധിച്ച്, പിറവികളെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. അത് മനുഷ്യർക്കും ഹജ്ജിനുമൊക്കെയുള്ള സമയനിർണയമായ മാനദണ്ഡങ്ങളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ ഈ സൂര്യനെയും ചന്ദ്രനെയും അള്ളാഹു അതിന്റെ കൃത്യമായ രേഖയിലൂടെ സഞ്ചരിപ്പിക്കുന്നതിലൂടെ, അതിന്റെ സൃഷ്ടിപ്പിലൂടെ, അതിൻ്റെതായ സഞ്ചാരങ്ങളിലൂടെയൊക്കെ ഒരുപാട് മനുഷ്യർ പഠിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, സ്വർഗലോകത്തേക്ക് പ്രവേശിക്കുന്ന ആദ്യ സംഘത്തെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചു പറഞ്ഞത്, ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സംഘം പൂർണ്ണചന്ദ്രനെ പോലെ ശോഭയുള്ളവരായിരിക്കുമെന്ന് പൂർണ്ണചന്ദ്രനോട് ഉപമിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്. അതേപോലെ തന്നെ നിങ്ങൾ നാളെ മഹ്ശറിൽ വെച്ച് ഇതുവരെ നിങ്ങൾ കാണാൻ ആശിച്ചവരാണ് റഹ്മാനായ റബ്ബ്. ആ റബ്ബിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്നക്കും സതറൗന റബ്ബക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ യജമാനനായ റബ്ബിനെ കാണുവാൻ സാധിക്കുക തന്നെ ചെയ്യും. കമാ തറൗന എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണചന്ദ്രനെയാണ് ചൂണ്ടിക്കാണിച്ചത്. പൂർണ്ണചന്ദ്രനെ കാണുമ്പോൾ നിങ്ങൾക്ക് വല്ല മറയുമുണ്ടോ? എത്ര വ്യക്തവും കൃത്യവുമായിട്ടാണ് നിങ്ങൾ ചന്ദ്രനെ കാണുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് റഹ്മാനായ റബ്ബിനെ മുഅ്മിനീങ്ങൾക്ക് മഹ്ശറിൽ വെച്ച് കാണുവാൻ സാധിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ടൊക്കെ സഹോദരങ്ങളെ, നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് തലങ്ങളിലൂടെ സൂര്യനെ കുറിച്ച് ചിന്തിക്കണമെന്ന്, ചന്ദ്രനെ കുറിച്ച് ചിന്തിക്കണമെന്ന്, നക്ഷത്രങ്ങളെ കുറിച്ച് ചിന്തിക്കണമെന്ന്, ഇവിടെ അല്ലാഹു ഭൂമിയിൽ സംവിധാനിച്ചിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യണമെന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മളാരും അതൊന്നും ചിന്തിക്കാറുമില്ല, റബ്ബിന്റെ കഴിവുകളെ സംബന്ധിച്ച് ആലോചിക്കാറുമില്ല. അതുകൊണ്ടാണ് പലരും അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന എല്ലാ ശക്തികളുടെയും പിറകിൽ ഏകനായ ശക്തനായ അല്ലാഹു മാത്രമേയുള്ളൂ, അവൻ മാത്രമേ സൃഷ്ടാവായിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാനാണ് ഇവിടെ കാണുന്ന എല്ലാ സംവിധാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ളത്. അതൊക്കെ ചിന്തിക്കുന്ന ഒരാൾക്ക് ശിർക്ക് ചെയ്യാൻ കഴിയില്ല. റബ്ബല്ലാത്തവരെ പൂജിക്കാനോ ആരാധിക്കാനോ അവരോട് പ്രാർത്ഥിക്കാനോ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാനോ സാധിക്കില്ല. ഏകനായ അല്ലാഹ് മാത്രമാണ് ഇതിന്റെ പിന്നിൽ. അതൊക്കെ നമ്മെ തെര്യപ്പെടുത്തുവാനും മനസ്സിലാക്കുവാനും തന്നെയാണ് അള്ളാഹു ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതും. അങ്ങനെ ചിന്തിച്ച് ഏകനായ ആ അള്ളാഹുവിന്റെ കൽപ്പനയെ, ഇവിടെയുള്ള ചരാചരങ്ങൾ പോലും, ഇവിടെയുള്ള ജീവനില്ലാത്ത വസ്തുക്കൾ പോലും ആ റബ്ബിന്റെ കൽപ്പനയെ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, ബുദ്ധിയും വിവേകവും നൽകപ്പെട്ട ഞാൻ എത്രമാത്രം എന്റെ റബ്ബിന്റെ കൽപ്പനകളെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുവാൻ കടമപ്പെട്ടവനാണ് എന്ന ചിന്തക്ക് ഈ വിധത്തിലുള്ള ആലോചനകളും ചിന്തകളും ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നിമിത്തമാകണം എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ചിന്തിക്കേണ്ട നിലക്ക് കാര്യങ്ങൾ ചിന്തിക്കുവാനും ഗ്രഹിക്കുവാനും യഥാർത്ഥത്തിലുള്ള ആ തൗഹീദിന്റെ മേഖലയിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാതെ മുന്നോട്ട് പോകുവാനുമുള്ള തൗഫീഖ് എല്ലാ അർത്ഥത്തിലും റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നു പോയ അപാകതകൾ പൊറുത്തു തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഓരോ മാസങ്ങളും നമ്മൾ അറബി മാസങ്ങളാണ് നമ്മുടെ ഇബാദത്തുകൾക്ക് വേണ്ടി മാനദണ്ഡമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഒരു മാസം പിന്നിട്ടു എന്ന് നമ്മൾ പറയുന്നത് ചന്ദ്രപ്പിറവിയെ ആസ്പദമാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഓരോ മാസങ്ങളും നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ മാസങ്ങളിൽ നമുക്ക് സുരക്ഷ ആവശ്യമാണ്.
നിർഭയത്വം ആവശ്യമാണ്. നമ്മുടെ ഈമാൻ തകരാറിലാവാതെ നിലനിൽക്കൽ ആവശ്യമാണ്. നമുക്ക് ശാരീരികവും മാനസികവുമായ ആരോഗ്യവും ആഫിയത്തും ആവശ്യമാണ്. റബ്ബിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള തഖ്വാബോധം നമ്മിൽ നിലനിൽക്കൽ ആവശ്യമാണ്. ഇതിനൊക്കെ നമ്മെക്കൊണ്ട് തേടിപ്പിക്കുന്ന ഒരു ദുആ എല്ലാ മാസാരംഭത്തിലും പിറവി കാണുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു. അവിടുന്ന് പിറവി കാണുന്ന വേളയിൽ, നിലാവ് കാണുന്ന വേളയിൽ, ആദ്യമായി ചന്ദ്രപ്പിറവി കാണുന്ന വേളയിൽ അവിടുന്ന് ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു: അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമതി വൽ ഇസ്ലാം റബ്ബി വറബ്ബുകല്ലാഹ്. അല്ലാഹുവേ, അഹില്ലഹു അലൈനാ, ഈ മാസത്തെ നീ ഞങ്ങൾക്ക് ഉദിപ്പിക്കണമേ. ബിൽ അംനി വൽ ഈമാനി, നിർഭയത്വമുള്ള മാസമാക്കണേ. വൽ ഈമാൻ, ഈമാൻ നിറഞ്ഞു നിൽക്കുന്ന, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ തെറ്റിപ്പോകാതെ ഈമാനിൽ ഞങ്ങൾ നിലനിൽക്കുന്ന അവസ്ഥ തരണേ. വസ്സലാമതി, എല്ലാ അർത്ഥത്തിലുമുള്ള സലാമത്ത്, സുരക്ഷിതത്വം നീ ഞങ്ങൾക്ക് നൽകണമേ. വൽ ഇസ്ലാം, ഇസ്ലാമികമായ ജീവിതം കൃത്യമായി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിൽ നീ ഞങ്ങളെ നിലനിർത്തണമേ. റബ്ബി, എന്റെ രക്ഷിതാവും, റബ്ബുക്ക, നിന്റെ രക്ഷിതാവും അല്ലാഹുവാണ്. ഇത് ഉദയ ചന്ദ്രനെ നോക്കി നമ്മൾ പറയുകയാണ്. മാസപ്പിറവി കാണുന്ന വേളയിൽ നമ്മൾ ഇത് പറയുകയാണ്. നിന്റെയും എന്റെയും രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പഠിപ്പിക്കുന്നതിലൂടെ ഒരു വലിയ തത്വമുണ്ട്. ഈ ലോകത്ത് വലിയ ഒരു ശക്തമായ ദൃഷ്ടാന്തമാണ് സൂര്യനും ചന്ദ്രനുമൊക്കെ. അവയ്ക്ക് പോലും നമ്മൾ പ്രാർത്ഥിക്കാനോ പൂജിക്കുവാനോ ഇബാദത്തെടുക്കുവാനോ ഒന്നിനും നമുക്ക് അനുവാദമില്ല. അവ മുഴുവനും റബ്ബിന്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുന്നവയാണ്. അതുകൊണ്ട് എന്നെ സൃഷ്ടിച്ചതും നിന്നെ സൃഷ്ടിച്ചതും അല്ലാഹുവാണ്. അതുകൊണ്ട് ആ റബ്ബിനോടാണ് ഞാൻ തേടുന്നത്. അല്ലാഹുവേ, നീ ഈ കൃത്യമായ ഈ മാസത്തിൽ, എൻ്റെ ഇനി വരാൻ പോകുന്ന ഈ ഒരു ദിവസങ്ങളിൽ എനിക്ക് നിർഭയത്വം വേണം, എനിക്ക് സുരക്ഷിതത്വം വേണം. എൻ്റെ ഇസ്ലാം തകരാറിലാവരുത്, എൻ്റെ ഈമാൻ നഷ്ടപ്പെടരുത്. എനിക്ക് നിർഭയത്വം വേണം, ശാരീരികമായി സലാമത്ത് വേണം, മാനസികമായ ആഫിയത്ത് വേണം. എല്ലാ അർത്ഥത്തിലുമുള്ള കാര്യങ്ങൾ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാം എന്ന 4 പദങ്ങളിൽ ഉൾക്കൊണ്ടു കഴിഞ്ഞു. ചില റിപ്പോർട്ടുകളിൽ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ യുംനി, സൗഭാഗ്യത്തിന്റെ മാസമാക്കണേ എന്ന അർത്ഥത്തിലുള്ള റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. ബിൽ യുംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാം വത്തൗഫീഖ് ലിമാ തുഹിബ്ബു വതർളാ, നീ തൃപ്തിപ്പെടുന്ന, നീ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രവർത്തിക്കാനുള്ള തൗഫീഖിന്റെയും മാസമാക്കി മാറ്റണേ എന്നിങ്ങനെയുള്ള റിപ്പോർട്ടുകളും നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊക്കെ മുസ്ലിമീങ്ങൾ പഠിക്കേണ്ടതും പറയേണ്ടതുമാണ്. ഈ പറയുന്ന ഞാനും നിങ്ങളുമൊക്കെ ആലോചിക്കുക, നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർക്ക് ഈ പ്രാർത്ഥനയൊക്കെ അറിയാം? ഓരോ മാസത്തിന്റെയും ആരംഭത്തിൽ പിറവി ചന്ദ്രനെ നോക്കി കാണുന്ന വേളയിൽ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ ഇത്രത്തോളം പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് ആലോചിക്കുക, നമ്മിൽ എത്ര പേർക്ക് ഇതൊക്കെ അറിയാം? അറിയുന്നവർക്ക് തന്നെ തെറ്റുകൂടാതെ പറയാൻ എത്ര പേർക്കറിയാം? തെറ്റുകൂടാതെ പറയുന്നവർക്ക് തന്നെയും അതിന്റെ ആശയം എത്രത്തോളം അറിയാം? അതിന്റെ ഗൗരവം അറിഞ്ഞുകൊണ്ട് നമ്മളൊക്കെ ഇത് പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാറുള്ളവരാണോ എന്നൊക്കെ ആലോചിക്കുവാൻ കൂടി ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് ദിക്റുകളും ദുആകളും ഒക്കെ നിശ്ചയിച്ചിട്ടുള്ളത് അതിന്റെ അർത്ഥതലങ്ങളിലേക്കും ആശയങ്ങളിലേക്കും ചിന്തിച്ചുകൊണ്ടും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള ഒരു പ്രേരണ എന്ന നിലക്കും കൂടിയാണ് എന്ന് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കുക. ദിക്റുകളും ദുആകളും ഒക്കെ പഠിക്കാൻ ശ്രമിക്കുക. അതൊക്കെ ജീവിതത്തിൽ ഏറ്റവും കണിശമായ നിലക്ക് തന്നെ നിലനിർത്തിക്കൊണ്ടു പോവുക. റഹ്മാനായ റബ്ബ് യഥാർത്ഥമായ ചിന്തയും ബോധവും തഖ്വയും ഒക്കെ നൽകപ്പെടുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പോരായ്മകളും അള്ളാഹു പരിഹരിച്ചു തരികയും അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും റഹ്മാനായ റബ്ബ് നമുക്ക് ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സജ്ജനങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين
ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.